സത്യം പിടിച്ചുനിന്നിട്ടും എന്തുകൊണ്ടാണ് അനീതി മാത്രം സംഭവിക്കുന്നത്? നിങ്ങൾക്കും ഇങ്ങനെ ഒരിക്കലെങ്കിലും തോന്നിയിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ യാദൃശ്ചികമായി നിങ്ങൾ കണ്ടതല്ല. കാരണം ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് നീതിയെക്കുറിച്ചാണ്. മനുഷ്യരുടെ നിയമമല്ല, ഭഗവാൻ ശിവന്റെ നീതിയെക്കുറിച്ച്. നീതി വൈകുമ്പോൾ എന്താണ് നടക്കുന്നത്? നല്ലവർ പരീക്ഷിക്കപ്പെടുന്നത് എന്തുകൊണ്ട്? ദുഷ്ടർ മുന്നേറുന്നത് കണ്ടാൽ ശിവൻ നിശബ്ദനാകുന്നത് എന്തിന്? ഈ വീഡിയോ നിങ്ങളുടെ ചിന്താഗതിയെ തന്നെ മാറ്റും. ഒരു ചെറിയ അഭ്യർത്ഥന: ഇത്തരം അർത്ഥവത്തായ ആത്മീയ ഉള്ളടക്കങ്ങൾ നിങ്ങൾക്ക് നഷ്ടപ്പെടാതിരിക്കാൻ ഇപ്പോഴുതന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അനുഭവങ്ങൾ കമന്റ് ചെയ്യാനും മറക്കരുത്. ഇനി തുടങ്ങാം. നീതി വൈകും, പക്ഷേ ശിവന്റെ നീതി ഒരിക്കലും വഴിതെറ്റില്ല. നീതി എന്നത് മനുഷ്യനുണ്ടാക്കിയ ഒരു സാമൂഹിക നിയമമല്ല, അത് പ്രപഞ്ച നിയമമാണ്. മനുഷ്യനിയമം തെളിവ് ചോദിക്കും, സാക്ഷി തേടും, വാദപ്രതിവാദം നടത്തും. എന്നാൽ ശിവന്റെ നീതി തെളിവ് ചോദിക്കില്ല. കാരണം ഓരോ ചിന്തയും അവിടെ ഒരു സാക്ഷിയാണ്. നമ്മൾ പറയാത്ത വാക്കുകളും ചെയ്തില്ലെന്ന് നടിക്കുന്ന തെറ്റുകളും ഉള്ളിലൊളിപ്പിച്ച കപടതയും എല്ലാം കർമ്മമായി രേഖപ്പെടുന്നു. പലർക്കും ഒരു തെറ്റും ചെയ്യാത്തവരെ കഷ്ടമനുഭവിക്കുന്നത് കാണുമ്പോൾ സംശയം തോന്നും. എന്നാൽ ശിവനീതിയിൽ ഇപ്പോഴത്തെ ജീവിതം മാത്രമല്ല കണക്കാക്കുന്നത്, അതൊരു തുടർച്ചയാണ്. അതുകൊണ്ടാണ് ചില വേദനകൾക്ക് നമ്മൾ കാരണം കണ്ടെത്താൻ കഴിയാത്തത്. നീതി അപ്പോൾ അനീതിയെന്നു തോന്നും, എന്നാൽ സത്യമപ്പോൾ ദൃശ്യമായിട്ടില്ല എന്നതേയുള്ളൂ. നീതിയോട് ചോദ്യം ചെയ്യാൻ മനുഷ്യനു അവകാശമുണ്ട്, പക്ഷേ നീതിയെ വിധിക്കാൻ അധികാരമില്ല. ശിവഭക്തൻ ഇവിടെ പഠിക്കേണ്ടത് ഇതാണ്: ചോദ്യം ചെയ്യാം, പക്ഷേ വിശ്വാസം നഷ്ടപ്പെടരുത്. നീതി വൈകിയാൽ നിങ്ങൾ മാറുമോ, അതോ വിശ്വാസം വളരുമോ? നീതിയെ ഏറ്റവുമധികം കുറ്റപ്പെടുത്തുന്ന സമയമേത്? ദുഷ്ടർ മുന്നേറുമ്പോൾ. അവർക്ക് പണം വരും, പേരുവരും, അധികാരം വരും. അപ്പോൾ സത്യം പിടിച്ചു നിൽക്കുന്ന മനുഷ്യൻ തനിച്ചാകുന്നു. ഇവിടെ തന്നെയാണ് പലരും വഴിതെറ്റുന്നത്. നീതിയില്ലെങ്കിൽ ഞാൻ എന്തിന് നല്ലവനായിരിക്കണം എന്ന ചിന്ത വളരും. ശിവനീതിയുടെ ഏറ്റവും വലിയ വിജയവും പരാജയവും ഈ ചിന്തയിലാണ്. ശിവൻ ഒരിക്കലും ഒരാളെ ഉടൻ ശിക്ഷിക്കുന്നില്ല. കാരണം ശിക്ഷ അവസാനമാകണം, തുടക്കമല്ല. മുന്നറിയിപ്പുകൾ, അവസരങ്ങൾ, തിരിച്ചറിവുകൾ ഇതെല്ലാം കഴിഞ്ഞ ശേഷമാണ് നീതി പൂർണ്ണമാകുന്നത്. അതിനാലാണ് ദുഷ്ടനു സമയം ലഭിക്കുന്നത്. പക്ഷേ ആ സമയം അനുഗ്രഹമല്ല, പരീക്ഷയാണ്. നീതി വൈകുന്നതുകൊണ്ട് തെറ്റിലേക്ക് ചാടുന്നവൻ ശിവന്റെ കയ്യിൽ നിന്നും മാറുന്നില്ല, അടുത്തുതന്നെയാണ് പോകുന്നത്. കാരണം കർമ്മം ഇരട്ടിയായി വരും. നീതിയില്ലെന്ന് തോന്നുന്ന സമയത്താണ് നീ യഥാർത്ഥത്തിൽ പരീക്ഷിക്കപ്പെടുന്നത്. നീതിയെ കാത്തിരിക്കുന്ന ഒരാൾ പുറത്തല്ല, ഉള്ളിലാണ് യുദ്ധം. എനിക്ക് പ്രതികരിക്കണോ? ഞാൻ മൗനം പാലിക്കണോ? ഈ ചോദ്യങ്ങൾ മനുഷ്യനെ തളർത്തും. പലപ്പോഴും ആളുകൾ നീതി ലഭിക്കുന്നതിനു മുൻപേ തന്നെ തകരും. കാരണം അവർ സ്വന്തം സ്വഭാവം കൈയൊഴിയുന്നു. ശിവൻ ധ്യാനത്തിലിരിക്കുന്നത് വെറും പ്രതീകമല്ല, നീതി നടപ്പാകുന്നതിനു മുൻപുള്ള ശാന്തിയുടെ ചിഹ്നമാണത്. നീതി കോപത്തോടെ വരില്ല, അത് നിശബ്ദതയോടെ വരും. അതുകൊണ്ടാണ് ശിവഭക്തന് സഹനം ഒരാഡംബരമല്ല, ആവശ്യമാകുന്നത്. ഇവിടെ വളരെ ശക്തമായൊരു ലൈൻ ഉപയോഗിക്കാം: നീതി നേടാൻ നീ ചീത്തയാകണമെങ്കിൽ അത് നീതിയല്ല, വെറും പ്രതികാരമാണ്. നീതി നേടുമ്പോൾ ആത്മാവ് ശുദ്ധമായിരിക്കണം. അതിനാലാണ് ശിവൻ ആദ്യം മനുഷ്യനെ മാറ്റുന്നത്, പിന്നെ സാഹചര്യങ്ങളെ. നീതി ലഭിച്ച ശേഷം പലരും ചോദിക്കും, എന്തിനിത്രയും കാലം? അപ്പോൾ ശിവന്റെ ഉത്തരം ശബ്ദമില്ലാതെ വരും: നീ തയ്യാറാകാൻ. നീതി വന്നപ്പോൾ ജീവിതം പൂർണ്ണമായി മാറണമെന്നില്ല. ചിലപ്പോഴൊക്കെ ഒരു ബന്ധം അവസാനിക്കും, ചിലപ്പോഴൊക്കെ ഒരു സത്യം പുറത്തുവരും, ചിലപ്പോഴൊക്കെ നീ മൗനമായി രക്ഷപ്പെടും. പുറത്തുകാർക്ക് ഒന്നും സംഭവിച്ചില്ലെന്ന് തോന്നാം, പക്ഷേ നീതി അപ്പോൾ പൂർത്തിയായിരിക്കും. ശിവന്റെ അനുഗ്രഹമെന്നത് വലിയ വിജയമല്ല, ശാന്തമായ ഉറക്കം, ഭയമില്ലാത്ത മനസ്സ്, കണ്ണാടി മുന്നിൽ തല താഴ്ത്തേണ്ടതില്ലാത്ത ആത്മാവ്, ഇതാണ് അതിന്റെ ഫലം. നീതി വന്നാൽ നീ കൈയടിക്കില്ല, നീ കണ്ണടയ്ക്കും. കാരണം നീ അറിഞ്ഞിരിക്കും, ശിവൻ എല്ലാം കണ്ടിരുന്നു. നീതി ലഭിക്കുമെന്ന് മാത്രം വിശ്വസിച്ചാൽ മതിയെന്ന് പലർക്കും തോന്നും. പക്ഷേ യഥാർത്ഥ പരീക്ഷണം നീതി ലഭിച്ച ശേഷമാണ്. കാരണം നീതി വന്നപ്പോൾ ചിലർ സന്തോഷിക്കില്ല, പകരം ശൂന്യത അനുഭവിക്കും. ഇതിത്ര വലിയ കാര്യമാണോ എന്ന ചോദ്യമുയരും. അപ്പോഴാണ് മനസ്സിലാവുന്നത്,
നീതി ജീവിതത്തെ മാറ്റാനല്ല, മനസ്സിനെ ശുദ്ധീകരിക്കാനാണ്. പലപ്പോഴും നമ്മൾ പ്രതീക്ഷിച്ച നീതി വരില്ല. നാം ആഗ്രഹിച്ച പോലെ ശത്രു ശിക്ഷിക്കപ്പെടില്ല. നമ്മൾ സ്വപ്നം കണ്ട പോലെ അംഗീകാരം കിട്ടാതിരിക്കാം. പക്ഷേ ശിവന്റെ നീതി ഒരിക്കലും നമ്മുടെ അഹങ്കാരത്തെ പോഷിപ്പിക്കുന്നതല്ല. അത് നമ്മളെ ചെറിയവരാക്കും, അതോടൊപ്പം ശക്തരുമാക്കും. നീതി ലഭിച്ച ദിവസം പ്രതികാരം വേണ്ടെന്നു തോന്നുന്നുവെങ്കിൽ അന്നാണ് ശിവന്റെ അനുഗ്രഹം പൂർണ്ണമാകുന്നത്. ആരോടും വെറുപ്പില്ല, ആരോടും തെളിയിക്കാനുള്ള ആവശ്യമില്ല. നീതി നിന്നെ ശാന്തനാക്കി മാറ്റിയെങ്കിൽ അതാണ് ഏറ്റവും വലിയ വിജയം. ഇവിടെ പറയാൻ പറ്റിയ ശക്തമായ ചിന്ത: നിനക്ക് നീതി കിട്ടിയോ എന്നതല്ല ചോദ്യം, നീതി നിന്നെ എങ്ങനെ ആക്കി എന്നതാണ്. നീതി വന്ന ശേഷം ജീവിതം എളുപ്പമാകണമെന്നില്ല, പക്ഷെ മനസ്സ് ലഘുവാകും, ഭയം വിട്ടുപോകും. നീ ചെയ്യാത്ത തെറ്റുകൾ നിനക്കിനി ഭാരമായിരിക്കില്ല. അതാണ് ശിവന്റെ കരുണ. നീതി വന്നാൽ ശബ്ദമുണ്ടാവില്ല, വലിയ മാറ്റങ്ങൾ കാണിക്കില്ല. പക്ഷെ നീ ഉള്ളിലറിഞ്ഞിരിക്കും, ഇപ്പോൾ എല്ലാം ശരിയാകും. നീതി ഒരു വിധിയല്ല, അതൊരു ശുദ്ധീകരണമാണ്. ശിവന്റെ നീതി വിശ്വസിക്കുന്നവന് ജീവിതത്തിൽ ഒറ്റപ്പെട്ട ഭയം പോലുമുണ്ടാകില്ല. ഇത്രയും നേരം ഈ വീഡിയോ നിങ്ങൾ കണ്ടു തീർത്തുവെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ ഒരു ശാന്തത വന്നിട്ടുണ്ടാകണം. കാരണം നീതി എന്നത് ആരെയെങ്കിലും തകർക്കാനുള്ള ആയുധമല്ല, നമ്മളെ ശുദ്ധീകരിക്കാനുള്ള ദൈവിക മാർഗമാണ്. നീതി വൈകിയപ്പോൾ നിങ്ങൾ തളർന്നിട്ടുണ്ടാകാം, സംശയിച്ചിട്ടുണ്ടാകാം, ചിലപ്പോൾ ദൈവത്തോടു പോലും ചോദ്യം ചെയ്തിട്ടുണ്ടാകാം. അത് തെറ്റല്ല, അത് മനുഷ്യനാണ്. പക്ഷേ ഇന്നൊന്നു മാത്രം ഓർത്തുകൂടെ, ഭഗവാൻ ശിവന്റെ നീതി ഒരിക്കലും ഉറങ്ങുന്നില്ല. നിങ്ങൾ പറഞ്ഞില്ലാത്ത വേദനയും, നിങ്ങൾ സഹിച്ച അപമാനവും, നിങ്ങൾ വിട്ടുനിന്ന പ്രതികാരവും എല്ലാം അവൻ കണ്ടിട്ടുണ്ട്. നീതി വന്നാൽ വലിയ ശബ്ദമുണ്ടാകില്ല, പകരം മനസ്സിലൊരു ഉറപ്പുണ്ടാകും. ഇപ്പോഴെല്ലാം ശരിയായി എന്ന തോന്നൽ. ഒരു കാര്യം മാത്രം ചെയ്യൂ, നിങ്ങൾ സത്യം പിടിച്ചു നിന്നാൽ, നിങ്ങളുടെ സ്വഭാവം കൈവിടാതിരുന്നാൽ, ശിവൻ നിങ്ങളുടെ ഭാഗത്താണ്. ഇത്തരം ആത്മീയ ഉള്ളടക്കങ്ങൾ നിങ്ങളുടെ ജീവിതയാത്രയ്ക്കൊപ്പം വേണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളുടെ കുടുംബത്തിലേക്ക് ചേരാൻ മറക്കരുത്. ഈ വീഡിയോ നിങ്ങളെ സ്പർശിച്ചിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക് കൊടുക്കൂ. നിങ്ങളുടെ അനുഭവങ്ങൾ കമന്റിൽ പങ്കുവയ്ക്കൂ. നിങ്ങളുടെ വാക്കുകൾ മറ്റൊരു മനസ്സിന് ആശ്വാസമാകാം. നീതി വൈകാം, പക്ഷേ ശിവന്റെ നീതി ഒരിക്കലും വഴിതെറ്റില്ല. ഓം നമഃ ശിവായ.